നവൈതുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ അല്ലാഹുവിന്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മഹാനവറുകൾ പറയുകയാണ്, കാന യൗമൻ ജാലിസൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. സ്വഹാബത്തിന് അല്ലാഹു നൽകിയ മറ്റാർക്കും നൽകാത്ത ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്കുള്ള മനുഷ്യന്മാർ ആർക്കും നൽകാത്ത ഒരു പ്രത്യേകതയാണ് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ ഇരിക്കുവാൻ, അവിടെ കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംശയം ചോദിക്കുവാനൊക്കെ അള്ളാഹു അവസരം നൽകി എന്നത്. അതൊരിക്കലും മറ്റ് ആർക്കും ലഭ്യമല്ലാത്ത ഒരു നേട്ടമാണ്. അവിടുത്തെ മജ്ലിസിൽ മുഅ്മിനായി സംബന്ധിച്ച ആളുകൾക്ക് മാത്രമേ സഹാബി എന്ന് പറയൂ. സിദ്ദീഖ് റളിയല്ലാഹു തആല അങ്ങനെ ഇരിക്കുമ്പോൾ ഫജാഅ റജുലുൻ, ഒരാൾ വന്നു. ഫസബ്ബ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു. بأقبح ما يكون من السب وأفحش ما يكون من الشتيمة, ഏറ്റവും മോശമായ രൂപത്തിൽ ചീത്ത പറഞ്ഞു. ഇനി അങ്ങനെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാനില്ല. അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രൂപത്തിലുള്ള മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു. അബൂബക്കർ സാക്കിത്തും ഫീ ദാലിക കുല്ലിഹി ലം യറുദ്ദ അലൈഹി ശൈഅ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതെ ഇരുന്നു. ഇയാൾ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല, മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. വലം യറുദ്ദ അലൈഹി, ഒന്നും പറഞ്ഞില്ല. ശൈഅൻ, ഒന്നിനും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം കുറെ നേരം ചീത്ത പറഞ്ഞു. അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നക ശായിറുൻ, നീ ഒരു പാട്ടുകാരനാണ്, മജ്നൂൻ, നീ ഭ്രാന്തനാണ് എന്നൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് ഗനീമത്ത് സ്വത്ത് വിഹിതിച്ചു കൊടുക്കുമ്പോൾ ഇഅ്ദിൽ യാ മുഹമ്മദ്, നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണാധികാരികളായ ആളുകൾ അവരോട് മറ്റുള്ള ആളുകൾ നീതി പാലിക്കാനും മറ്റും പറയുമ്പോഴൊക്കെ ഈർഷ്യമോ ദേഷ്യമോ ഉണ്ടാകാൻ പാടില്ല. നേതൃസ്ഥാനം കൂടുന്നതിനനുസരിച്ച് ശത്രുക്കളും അതേപോലെ തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളും കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഉന്നത സ്ഥാനം നേടിയ ആരൊക്കെയുണ്ടോ അവരൊക്കെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. എല്ലാവരും നേരിട്ടിട്ടുണ്ട്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ശാഫി ഇമാം രാജ്യത്തിന് എതിരാണ്, രാഷ്ട്രത്തിനെതിരാണ്, രാജ്യ നന്മക്കെതിരാണ്, ജനങ്ങളെ സംഘടിപ്പിച്ച് രാഷ്ട്രത്തിനെതിരെ നീങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ രാജ്യദ്രോഹ കുറ്റം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ചുമത്തിയിട്ട് ശാഫി ഇമാമിനെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് രണ്ട് കൈകൾ പിന്നിലേക്ക് കെട്ടി ബന്ദിയാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊല്ലാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തി ദുആ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മേൽ വലിയ ആരോപണങ്ങൾ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉന്നയിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ദിവസങ്ങൾ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ
13,000 ആളുകളാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ. 13 ലക്ഷം ആളുകളാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ പങ്കെടുത്തത് എന്ന് കാണാം. ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പിൽക്കാലത്ത് ഇസ്ലാമിനെ മനസ്സിലാക്കിയ മറ്റ് മതസ്ഥർ അടക്കമുള്ള ആളുകൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. 13 ലക്ഷം ആളുകൾ ആ ജനാസയിൽ പങ്കെടുത്തു. അത്രയും ആളുകൾ പങ്കെടുക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മറ്റുള്ള ആളുകൾ കണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വന്നു എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നുണ്ട്. നിശബ്ദ സേവനങ്ങൾ അവരിൽ നിന്നൊക്കെ പരിശുദ്ധ ദീനിക്കുണ്ടായിട്ടുണ്ട്. അവരും ജയിലടക്കപ്പെട്ടിട്ടുണ്ട്. ചാട്ടവാറ് കൊണ്ട് ഒരുപാട് അടികൾ മഹാനോറുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നേതാവിന്റെ ഏറ്റവും വലിയ സ്വഭാവം മറ്റുള്ള ആളുകളുടെ മക്കളിൽ നിന്നിട്ടുള്ള വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും എത്രമാത്രം ക്ഷമിക്കാൻ കഴിയുന്നുവോ അത്രമാത്രം അദ്ദേഹം ഉയർത്തപ്പെടും. അതാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല പല ഘട്ടത്തിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവ്വലു ഖതീബിൻ ഖതബ ഫിൽ ഇസ്ലാമി സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആദ്യമായി ഇസ്ലാമിന് വേണ്ടി പരസ്യമായി സംസാരിച്ച വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ആദ്യമായി പരസ്യമായി കഅബ ശരീഫിന്റെ അരികിൽ വെച്ച് പ്രസംഗിച്ച ആള് മഹാനോറുകളാണ്. ആ സമയത്ത് അടി കിട്ടുകയും ബോധരഹിതനായി വീഴുകയും മുഖത്തേക്ക് ചെരുപ്പ് കൊണ്ട് ആണി തറച്ച ചെരുപ്പ് കൊണ്ട് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നിരന്തരം അടിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക്. സുബ്ഹാനല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ അടുത്ത് പ്രസംഗിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് റസൂലുള്ളാഹി ഉണ്ട്, കാണുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായതയായി അതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ മഹാനവറുകൾ ബോധരഹിതനായി സമയങ്ങളോളം മണിക്കൂറുകളോളം ബോധം കെട്ടു വീണു. എന്നിട്ട് വീട്ടിലേക്ക് എടുത്ത് കൊണ്ടുപോയ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ധാരാളം പീഡനങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദ്ദേഹം വന്ന് വല്ലാതെ ചീത്ത പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്കിത്തുൻ, അവിടെ റസൂലുള്ളാഹിയും ഇരിക്കുന്നുണ്ട്, റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. ഇയാളിങ്ങനെ ചീത്ത പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നും പറഞ്ഞില്ല. ഫലമ്മാ ഫറഖ റജുലു മിൻ ശത്മിഹി വസബ്ബിഹി തകല്ലമ അബൂബക്കർ വറദ്ദ അലൈഹി കലിമത്തൻ വാഹിദ. അയാൾ പറയേണ്ടതൊക്കെ പറഞ്ഞു. അയാളുടെ ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു. അതെല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമ കൊണ്ട് പ്രതിരോധിച്ചു. ഒരു വാക്ക് മറുപടി പറഞ്ഞു. എന്തോ പറ്റാത്തതായിരിക്കാം, തീരെ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ മറുപടി പറയാൻ ശരീരം വല്ലാതെ നിർബന്ധിച്ചിട്ടുണ്ടാകാം. മറുപടി പറയാൻ വേണ്ടി ശരീരം വല്ലാതെ നിർബന്ധിക്കും. ആ നിർബന്ധിക്കുന്ന അവസരത്തിൽ പിടിച്ചു കെട്ടലാണ് വലിയ കഴിവ്. അവനാണ് വലിയ ശക്തിയുള്ളവൻ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വലിയ ശക്തിയുള്ളവൻ, ഗുസ്തിക്കാരനല്ല, ഹെവി വെയിറ്റ് ചാമ്പ്യൻ അല്ല, വലിയ ശക്തിയുള്ളവൻ. ദേഷ്യം വരുന്ന അവസരത്തിൽ, മറ്റുള്ള ആളുകൾ നമ്മെ ദേഷ്യപ്പെടുത്തുന്ന അവസരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവൻ, അവനാണ് വലിയ ആരോഗ്യവാൻ, അവനാണ് വലിയ ശക്തിയുള്ള ആൾ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്തോ ഒരു വാക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ഷമയുടെയും അപ്പുറത്തായത് കൊണ്ടായിരിക്കാം വറദ്ദ അലൈഹി കലിമത്തൻ വാഹിദ, ഒരു മറുപടി പറഞ്ഞു. ഫഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ എഴുന്നേറ്റു. വതറകഹുമ, രണ്ടാളെ ഒഴിവാക്കി. അവിടുന്ന് മിണ്ടാതെ രണ്ടാളെ ഒഴിവാക്കി മിണ്ടാതെ അങ്ങോട്ട് പോയി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് എന്തേ ഇങ്ങനെ എത്ര നേരാണ് അയാൾ ഇല്ല പറഞ്ഞത്? അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാനൊരു മറുപടി പറഞ്ഞപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയല്ലോ. ഫഅത്ബഅഹു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, പിന്നാലെ പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ പോയി. വഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സബ്ബനി, അവൻ എന്നെ ചീത്ത പറഞ്ഞു. അന്ത സാക്കിത്ത്, തങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഏതായാലും പറഞ്ഞില്ല. എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ്, എനിക്ക് വേണ്ടി എന്തെങ്കിലും അവനൊന്ന് മറുപടി
തങ്ങൾ മക്കൊന്നും ഉണ്ടായില്ല. അന്തസാക്കിത്തുന്ന പറഞ്ഞ തങ്ങൾ മിണ്ടിയില്ല, തങ്ങളൊന്നും മിണ്ടിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം തങ്ങൾ എന്തെങ്കിലും പറയേണ്ടതായിരുന്നു. വെറുതെ ഇല്ലാത്തതല്ലേ പറയണത്, തങ്ങൾ ഉണ്ടാതിരിക്കുകയാണ്. ഫലമ്മ തക്കല്ലം തുകുംതഅന്നി, ഞാൻ സംസാരിച്ചപ്പോ തങ്ങൾ എഴുന്നേറ്റ് പോയല്ലോ, ഞാൻ സംസാരിച്ചപ്പോ തങ്ങൾ എഴുന്നേറ്റ് പോയല്ലോ. അപ്പൊ തറക്തനി, തങ്ങൾ എന്നെ എട്ടേച്ച് പോയല്ലോ. فقال النبي صلى الله عليه وسلم لما سبك وانت ساكت, അവനിങ്ങനെ ചീത്ത പറയുമ്പോ നിങ്ങൾ ഉണ്ടാതിരിക്കരുത്, അവനിങ്ങനെ ചീത്ത പറയുമ്പോ നിങ്ങളിങ്ങനെ ഉണ്ടാതിരിക്കുകയായിരുന്നു. വലം തതകല്ലം ബിശൈഇൻ, നിങ്ങൾ ഒന്നും പറഞ്ഞില്ല. റഅയ്തു മലക്കൻ യറുദ്ദു അലൈഹി വയുഹാരിബു അൻക, അപ്പൊ ഞാൻ കണ്ടു അവനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു മലക്ക് അവന് മറുപടി പറയുന്നുണ്ട്, ഒരു മലക്ക് അവന് മറുപടി പറയുന്നുണ്ട്, അവരോട് ശക്തമായ രൂപത്തിൽ യുദ്ധം ചെയ്യുന്നുണ്ട്. വയുഹാരിബു അൻക, നിങ്ങൾക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. മലക്ക് മറുപടി പറയുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. പക്ഷേ ഫലമ്മാ തകല്ലംത ഖാമൽ മലക്, നിങ്ങൾ സംസാരിച്ചപ്പോ പിന്നെ മലക്കിന്റെ ആവശ്യമില്ല, നിങ്ങൾ സംസാരിച്ചപ്പോ പിന്നെ മലക്കിന്റെ ആവശ്യമില്ല. മലക്ക് എഴുന്നേറ്റ് പോയി, മലക്ക് എഴുന്നേറ്റ് പോയി. വഖഅദ ശൈത്വാനു ബൈനകുമാ, നിങ്ങളെ രണ്ടുപേരുടെയും ഇടയിൽ ശൈത്താൻ വന്നിരുന്നു. മലക്ക് എഴുന്നേറ്റ് പോയി, ശൈത്താൻ വന്നിരുന്നപ്പോൾ ഫകരിഹ്തു അൻ അഖഉദ ഫീ മൗദിഇൻ ഖാമ മിൻഹു മലകുൻ വഖഅദ ഫീഹി ശൈത്വാനു ബൈനകുമാ, മലക്ക് എഴുന്നേറ്റ് പോയി ശൈത്താൻ വന്നിരുന്ന ഒരു സ്ഥലത്ത് ഇരിക്കാൻ എനിക്ക് വെറുപ്പായി, എനിക്ക് പ്രയാസമായി, ഞാൻ എഴുന്നേറ്റ് പോയതാണ്. ശൈത്താനാണ് പിന്നെ വന്നിരിക്കുന്നത്, മലക്ക് എഴുന്നേറ്റ് പോയി. അപ്പൊ എനിക്ക് പ്രയാസമായി, ഞാൻ ഫക്കരിഹ്തു, അവിടെ ഇരിക്കാൻ എനിക്ക് പ്രയാസമായി, ഞാൻ എഴുന്നേറ്റ് പോയി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി പറയുന്നത്, ഇന്ന റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത്തൽ ഖായിമി ബില്ലൈലി അല്ലാഹി ബിൽ ഹവാജിസി എന്നൊരു ഹദീസിൽ കാണാം. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്, നല്ല ശക്തമായ ചൂടുള്ള സമയത്ത് നോമ്പ് തോൽക്കുന്ന വ്യക്തിയാണ്, വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് നോമ്പ് തോൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനം ഹുസ്നുൽ ഖുൽഖ് കൊണ്ട്, നല്ല സ്വഭാവം കൊണ്ട് ഒരു മനുഷ്യർക്ക് അല്ലാഹു നൽകുന്നു. നല്ല സ്വഭാവം, ചെറിയ ചെറിയ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിച്ചു കൊണ്ടിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളായിരിക്കാം മണിക്കൂറുകളും ദിവസങ്ങളും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വലിയ പുണ്യമുള്ളത്. പുണ്യമുള്ളത് എന്തൊക്കെയാണ്, പ്രതിഫലമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ അമലുകൾ. സമയം നഷ്ടപ്പെടുത്താതെ നമ്മൾ ചെയ്യേണ്ട അമലുകൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഉച്ച സമയത്ത് വല്ലാതെ ദാഹിച്ച് പരവശനായി നോമ്പ് നോൽക്കുന്ന വ്യക്തി, രാത്രി വല്ലാതെ നിസ്കരിക്കുന്ന വ്യക്തി, അവന്റെ പ്രതിഫലമാണ് അല്ലാഹു ഹുസ്നുൽ ഖുൽഖ് കൊണ്ട് ഒരു മനുഷ്യനിക്ക് നൽകുന്നത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സൽസ്വഭാവത്തിന്റെ ഉദാത്തമായ നല്ല മാതൃകയാണ്. നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ, ചീത്ത പറയുകയും ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ്, അവനെന്തോ ചില കാരണങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ പറയുകയാണ് എന്ന രൂപത്തിൽ ക്ഷമിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്. അപൂർവം ചില ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നൽകിയിട്ടുള്ളത്. ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോ അങ്ങോട്ട് 10 മടങ്ങ് ദേഷ്യപ്പെടുകയും എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുക. ദേഷ്യം പിടിച്ചാൽ ഞാൻ അങ്ങനെയാണ്, അത് ന്യായീകരിക്കും. ദേഷ്യം പിടിച്ചാൽ ഞാൻ അങ്ങനെ, എനിക്കത് ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ന്യായീകരിക്കും. അത് അങ്ങനെ വന്നല്ലോ, ഇനി അങ്ങനെ വന്നുകൂടാ, ഇനി അങ്ങനെ വന്നുകൂടാ. അതൊരു നല്ല സ്വഭാവമല്ലല്ലോ, അതൊരു ചീത്ത സ്വഭാവമല്ലല്ലോ. പ്രത്യേകിച്ച് നിസ്സഹായരായ, നമ്മെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, ബന്ധപ്പെട്ട ആൾക്കാർ, ചില ആൾക്കാർ കുട്ടികളോടാണ് എല്ലാ ദേഷ്യങ്ങളും അങ്ങോട്ട് പ്രകടിപ്പിക്കുക. എല്ലാം അങ്ങോട്ട് കെട്ടഴിച്ചുവിടൽ,
ഒന്നും ഇങ്ങോട്ട് കാണിക്കൂലല്ലോ, ഒന്നും ഇങ്ങോട്ട് പ്രതിരോധിക്കൂല. ചില പാവങ്ങളായ ഭാര്യമാരുണ്ടാവും, ഒന്നും ഇങ്ങോട്ട് കാട്ടൂല. അപ്പോ ഉള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ചിലപ്പം ആ പാവം ഏതെങ്കിലും മൂലം പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ഇരുന്ന കരയുണ്ടാവും. ആ കരയാനും പറ്റൂല. കരഞ്ഞാൽ പോലെ എന്റെ കള്ളക്കരച്ചിൽ എന്ന് പറഞ്ഞാൽ പിന്നെയും പറയും. പിന്നെ അതും പറയാനേക്കാതെ ബാത്റൂമിൽ പോയിട്ട് ഇത് കരയും. അങ്ങനെ എല്ലാ നിലക്കും ഇങ്ങോട്ട് കെട്ടിയിട്ടിട്ട്, ഒരു സ്വാതന്ത്ര്യവും നൽകാതെ ഇങ്ങോട്ട് കെട്ടിയിട്ടിട്ട്, വീട്ടിന്റെ ഉള്ളില് കിണറ്റിലെ തവളന്റെ മാതിരി വീട്ടിന്റെ ഉള്ളിൽ ഞാനാണോ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ബദർ യുദ്ധം നടത്തുന്ന ആൾക്കാർ. സുബ്ഹാന ജല്ല ജലാലുഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സംഭവം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതാണ്. ഔഹല്ലാഹു തആല ഇലാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിക്ക് അല്ലാഹു സന്ദേശം നൽകി, യാ ഖലീലി ഹസ്സിൻ ഖുലുഖക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് പറയാൻ, ഹസ്സിൻ ഖുലുഖക, സ്വഭാവം നന്നാക്കണം. ഹസ്സിൻ ഖുലുഖക ഒരു മഅൽ കുഫാർ, അത് കാഫിരീങ്ങളോട് കൂടെയാണെങ്കിലും ശരി, കാഫിരീങ്ങളായ ആൾക്കാരോട്, അവിശ്വാസികളായ ആൾക്കാർ, എന്താണ് അവർ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ, എന്താണ് അവർ ചെയ്യുന്നത്, ആരെയാണ് അവർ വിളിക്കുന്നത്? അവര് ശരീരം മുഴുവനും ശിർക്ക്, ഒരു അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാത്ത, അള്ളാഹ് എന്ന് പറയാൻ പോലും കഴിവില്ലാത്ത ഈ മനുഷ്യന്മാർ, അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്. അവർ ആദം നബിയുടെ മക്കളാണ്, മനുഷ്യന്മാരാണ്, അള്ളാഹ് സൃഷ്ടിച്ചവരാണ്. മാനുഷികമായി അവർക്ക് നമ്മൾ പലതും ചെയ്യേണ്ടതുണ്ട്. ഒരു കാഫിരീങ്ങളോട് കൂടെയാണെങ്കിലും സൽസ്വഭാവം വേണം, ഹുസ്നുൽ ഖുലുഖ് വേണം. തദ്ഖുലു മദാഖിലൽ അബ്റാർ, എന്നാൽ നല്ല ആളുകൾ കടക്കുന്ന പ്രവേശന സ്ഥലങ്ങളിൽ നിങ്ങൾക്കും പ്രവേശിക്കാൻ സാധിക്കും. നല്ലവരുടെ കൂട്ടത്തിൽ എല്ലാ ആളുകളും ഉന്നതന്മാരായത് ഹുസ്നുൽ ഖുലുഖ് കൊണ്ടാണ്, സൽസ്വഭാവം കൊണ്ടിട്ടാണ്. എന്നിട്ട് പറയുന്നു, ഫഇന്ന കലിമതി സബഖത് ലിമൻ ഹസന ഖുലുഖഹു അൻ ഉദില്ലഹു ഫീ അർശി. ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, സൽസ്വഭാവിയായ വ്യക്തികൾക്ക് അർശിന്റെ തണൽ കൊടുക്കാമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. വാൻ മുസ്കിനഹു ഫീ ഹദീറത്തി ഖുദ്സി വാൻ ഉദിനിയഹു മിൻ ജിവാരി. ഞാൻ അത്യുന്നതമായ സ്ഥാനം അവർക്ക് കൊടുക്കുകയും എന്നോട് കൂടുതൽ ഞാൻ അടുപ്പിക്കുകയും ചെയ്യുമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്. وقال ايضا اول ما يوضع في الميزان الخلق الحسن. മീസാൻ എന്ന തുലാസിൽ ആദ്യമായി വെക്കപ്പെടുന്നത് ഖുലുഖുൻ ഹസനാണ്. ഏറ്റവും വലിയ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് നല്ല സ്വഭാവമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫലമ്മ മഹാനായ വഹബ് ബിൻ മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ പറയുന്നു, ചില കിതാബുകളിൽ, പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ കാണാം, ഇന്നി അഖ്റജ്തു ദുർരിയത മിൻ സുൽബി ആദം. അള്ളാഹു പറയുന്നു, ആദം നബിയുടെ മുതുകിൽ നിന്ന് മനുഷ്യന്മാരൊക്കെ ഞാൻ പുറത്തേക്കെടുത്തു. ആദം നബിയുടെ മുതുകിൽ നിന്ന് മനുഷ്യന്മാരൊക്കെ ഞാൻ പുറത്തേക്കെടുത്തപ്പോൾ ഫലം അജിദ് ഖൽബൻ അശദ്ദ തവാദുഅൻ മിൻ ഖൽബി മൂസാ അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും താഴ്മ ചെയ്യുന്ന ഖൽബ്, ഏറ്റവും താഴ്മ ചെയ്യുന്ന സ്വഭാവം. സുബ്ഹാനല്ലാഹ്. അതൊക്കെ വലിയ പണിയുള്ള കാര്യമാണ്, ഈ താഴ്മ ചെയ്യാൻ. ഏറ്റവും അശദ്ദു തവാദുഅൻ, ഏറ്റവും താഴ്മയുള്ള കൽബ് മിൻ ഖൽബി മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൽബായിരുന്നു. ഏറ്റവും താഴ്മയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷമാണ് അതൊക്കെ. അല്ലാഹുവിന്റെ റസൂലിനെ കഴിച്ചാലാണ് അതൊക്കെ. മൂസ നബിന്റെ കൽബിനേക്കാൾ താഴ്മയുള്ള, അതിശക്തമായ താഴ്മയുള്ള ഒരു കൽബ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഫലിദാലിക ഇസ്തഫൈതുഹു വകല്ലംതുഹു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് മൂസാ നബിയോട് ഞാൻ സംസാരിച്ചത്. കല്ലമല്ലാഹു മൂസ തക്ലീമ. മൂസ നബിയോട് അമ്മ സംസാരിച്ചു, വേറെ ആരോടും അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. വേറെ ഒരു പ്രവാചകനോടും അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ടില്ല. കല്ലമല്ലാഹു മൂസ തക്ലീമ. മൂസ നബിയോട് സംസാരിച്ചു എന്ന് അല്ലാഹു ശക്തമായ രൂപത്തിൽ തന്നെ പറഞ്ഞു. അതിന്റെ കാരണം അതുപോലെ തന്നെ ഇസ്തഫൈതുഹു, പ്രത്യേകമായ രൂപത്തിൽ
ഞാനുമായി ബന്ധമുണ്ടാക്കുകയും ഇസ്തിഫാഹ് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ പെടുത്താനുള്ള കാരണം ഇതാണ്. അശദ്ദു തവാദുഅൻ, അങ്ങേയറ്റത്തെ താഴ്മ, പ്രകൃതിപരമായതല്ല, ഇഖ്തിയാരിയായ രൂപത്തിൽ അവൻ അത് മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. പ്രകൃതിപരമായ ചിലതുണ്ട്, അത് അള്ളാഹു ചിലത് കൊടുക്കുന്നതാണ്. അതല്ല, ഇതിനൊക്കെ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചെടുക്കേണ്ട, പരിശീലനം നൽകി നേടിയെടുക്കേണ്ട സ്വഭാവങ്ങളാണ് ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് അബ്ആദ് സുന്നത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട സുന്നത്തുകളാണല്ലോ, നിസ്കാരത്തിന്റെ സുന്നത്തുകളാണല്ലോ അബ്ആദ് സുന്നത്ത്. ആ അബ്ആദ് സുന്നത്ത് ഇമാമ് അതിൽ നിന്ന് ഒന്ന്, അഥവാ ഉദാഹരണമായിട്ട് ആദ്യത്തെ തഹിയ്യാത്ത്, ആ ആദ്യത്തെ തഹിയ്യാത്ത് ഇമാമ് ഒഴിവാക്കിയിട്ട് ഇമാമ് എഴുന്നേൽക്കുമ്പോൾ മഅ്മൂമ് ആദ്യത്തെ തഹിയ്യാത്ത് ഓതാൻ ഇരുന്നുകൂടാ. ഇമാമ് ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയിട്ട് ഇമാമ് പോവാണ്. ഇമാമ് കുറച്ചേരം ഇരുന്ന് ഓതിയിട്ടില്ല എങ്കിൽ മഅ്മൂമിനിക്ക് ആ തഹിയ്യാത്ത് ഓതാം. പക്ഷേ അങ്ങനെ ഓതിയിട്ട് ഇമാമ് റുക്കൂഇലേക്ക് പോകുന്നതിന്റെ മുമ്പ് നൃത്തത്തിൽ അവൻ എത്തണം. ഇമാമ് റുക്കൂഇലേക്ക് പോകുന്നതിന് നൃത്തത്തിൽ അവൻ എത്തിയാൽ അവനക്ക് ആ തഹിയ്യാത്ത് ഓതാവുന്നതാണ്. രണ്ടാമതൊരു കാര്യമാണ് മഅ്മൂം ചെയ്യേണ്ടത്. ഇമാമ ആദ്യത്തെ തഹിയ്യാത്ത് ഓതിയില്ല, അപ്പൊ പിന്നെ മഅ്മൂം ഒന്നിരിക്കൽ ഇമാമുമായി വേർപിരിഞ്ഞ് അവനക്ക് തഹിയ്യാത്ത് ഓതാവുന്നതാണ്. ഇമാമുമായി വേർപിരിഞ്ഞാൽ ഞാൻ ഇമാമിന്റെ കൂടെ ഇല്ല എന്ന് മനസ്സിൽ കരുതിയാൽ മതി. എന്നാൽ ഇമാമുമായി ഇവിടെ പറയാം. അവിടെ ശത്രുത്തന്നെ നിൽക്കണോട് കുഴപ്പമൊന്നുമില്ല, മാറി നിൽക്കണമെന്നൊന്നുമില്ല. ഇമാമുമായി ഇവിടെ പറയാം. നിസ്കാരത്തിന്റെ ബാത്തിലാകുന്ന കാര്യങ്ങൾ വന്നാലും ഇമാമുമായി ഇവിടെ പറയാം. ഇമാമ് അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടും ഇമാമ് മടങ്ങുന്നില്ലെങ്കിൽ ഇവനക്ക് വിട പറയാം. അല്ലെങ്കിൽ ഇമാമിനെ അത്തഹിയ്യാത്തിൽ അവനക്ക് പ്രതീക്ഷിക്കാം. രണ്ടും ചെയ്യാവുന്നതാണ്. അതേപോലെ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഇമാമ് ഒഴിവാക്കിയിട്ട് ഇമാമ് പോയാൽ ആ സമയത്ത് നമുക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലി ഉണർത്താൻ പറ്റൂല. ഒരാൾ ചൊല്ലിച്ചിട്ട് നിസ്കാരം ബാത്തിലാവില്ല. ചില ആൾക്കാർ അറിയാതെ ഇമാമ് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അത് പറഞ്ഞ് ഉണർത്തേണ്ട ഒരു സ്ഥലമല്ല. കാരണം മനഃപൂർവ്വം ചെയ്താൽ തന്നെ നിസ്കാരം ബാത്തിലാവാത്തൊരു ഘട്ടമാണത്. ആദ്യത്തെ തഹിയ്യാത്ത് അബ്ആദ് സുന്നത്തായതുകൊണ്ട് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ തന്നെ നിസ്കാരം ബാത്തിലാവില്ല. അപ്പോൾ പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലി ഉണർത്തണമെന്നില്ല. ആരെങ്കിലും ഉണർത്തിയാൽ ഇമാമിന് അങ്ങനെ മടങ്ങാനൊക്കെ ചില നിബന്ധനകളുണ്ട്. ഇമാം തഹിയ്യാത്തിലേക്ക് മടങ്ങണമെങ്കിൽ ഇമാം റുക്കൂഇന്റെ പരിധി വിട്ട് സുജൂദിലേക്ക് ഇമാമ് നൃത്തത്തിലേക്ക് ഇമാമ് എത്തുന്നതിന്റെ മുമ്പാണെങ്കിൽ, റുക്കൂഇന്റെ ഇമാം അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ റുക്കൂഇന്റെ പരിധി വിട്ടിട്ട് നൃത്തത്തിലേക്ക് ഇമാമ് എത്തുന്നതിന്റെ മുമ്പ് റുക്കൂഇന്റെ പരിധി വിട്ടാൽ നൃത്തമായി. അവന് ഫർള് ആരംഭിച്ചു. അവനെ സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അതല്ലാത്ത ഘട്ടത്തിൽ ഇമാമിന് മടങ്ങാവുന്നതാണ്. ഇനി സുബ്ഹാനല്ലാഹ് ചൊല്ലി ഇവൻ ഉണർത്തി ഇമാമിന് ബോധ്യമാവട്ടെ, ആവാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ് ചൊല്ലൽ ഏതാനും സുന്നത്തില്ല. ഒരാൾ ചെല്ലിയാൽ കുഴപ്പമില്ല. ചെല്ലിയതിന്റെ അടിസ്ഥാനത്തിൽ ഇമാമിനിക്ക് മടങ്ങണമെങ്കിൽ ഇമാമിന് ബോധ്യമാകണം. അതോടുകൂടെ തന്നെ റുക്കൂഇന്റെ പരിധി വിട്ട് നൃത്തത്തിലേക്ക് എത്താനും പാടില്ല. ഇമാമ് ഒന്നാമത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിയിട്ട് ഇമാമിനെ എഴുന്നേൽക്കുക. ഒരു വയസ്സനായ ഇമാമ അയാളെ എഴുന്നേൽക്കുക. അയാൾ അത്തഹിയ്യാത്ത് ഒഴിവാക്കിയപ്പോൾ ഏതായാലും ഇവനോട് ഒഴിവാക്കിയിട്ട് ഇവൻ എഴുന്നേറ്റിട്ട് നിന്നു. ഇവൻ എഴുന്നേറ്റ് നിന്ന് ഇമാമ് അത്തഹിയ്യാത്തിലേക്ക് തന്നെ മടങ്ങി. കാരണം ഇമാമ് പതുക്കെ നീക്കണുള്ളൂ. അയാളെ നൃത്തത്തിന്റെ ആ റുക്കൂഇന്റെ പരിധി വിട്ട് നൃത്തത്തിലേക്കൊന്നും അയാൾ എത്തിയിട്ടില്ല. അയാള് എഴുന്നേറ്റപ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സിലായി അത്തഹിയ്യാത്ത് ഓതണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ അത്തഹിയ്യാത്തിന് തന്നെ ഇരുന്നു. അപ്പോൾ ഇവൻ നൃത്തത്തിലെത്തി. അപ്പൊ ഇവനെന്താ കാട്ടണ്ട?
ഞാൻ പറഞ്ഞു മനസ്സിലായി? ഫർദിലെത്തി. ചോദ്യം മനസ്സിലായോ? മൗമൂം എവിടെ എത്തിപ്പോയി? ഫർദിലെത്തിപ്പോയി. മൗമൂം അടങ്ങണം. കാരണം ഈ നൃത്തത്തിൽ മൗമൂം നിൽക്കുന്നതിനേക്കാളും മഹ്മൂമിനെ സംബന്ധിച്ച് നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇമാമിന്റെ കൂടെയാണെന്നുള്ളത്. അവിടെ രണ്ട് പ്രോബ്ലമാണ്. ഒന്ന്, ഫർദ് ആരംഭിച്ചു, പക്ഷെ ആ ഫർദ് ആരംഭിക്കുന്നത് പരിഗണിക്കപ്പെടൂല. എത്രത്തോളം എന്ന് വെച്ചാൽ തിരക്കുള്ള സമയമാണ്, മൗമൂമ് കുറെ പുറകിലാണ്. ഇമാമ് എഴുന്നേറ്റ് എന്ന് വിചാരിച്ചിട്ട് ഓൻ എഴുന്നേറ്റതായിരുന്നു. ഇമാമ് എഴുന്നേറ്റ് എന്ന് വിചാരിച്ച് എഴുന്നേറ്റിട്ട് ഓൻ നിന്നിട്ട് ഫാത്തിഹ തുടങ്ങി. ഓനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തിരക്കുള്ള സമയമാണ് ഫാത്തിഹ തുടങ്ങി. പിന്നെയാണ് മനസ്സിലായത് ഇമാമ്, ഞാൻ ഫാത്തിഹ ഓതിയപ്പോ ഇമാമ് എഴുന്നേറ്റിരുന്നില്ലെന്ന് മനസ്സിലായത് പിന്നെയാണെങ്കിൽ ആ ഫാത്തിഹ മടക്കി ഓടണം. കാരണം ഫാത്തിഹ സ്ഥാനത്തല്ലാത്തത് കൊണ്ടിട്ട് ഫാത്തിഹ മടക്കി ഓടണം. ഇവിടെ അവൻ എഴുന്നേറ്റാൽ ഇമാം എഴുന്നേറ്റിരിക്കുന്നത് മനസ്സിലാക്കി ഇമാം പിന്നെ മടങ്ങിപ്പോയി, അത്തഹിയ്യാത്തിൽ നിന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ മടങ്ങിയാണ് വേണ്ടത്. മടങ്ങിയിട്ട് നിസ്കാരം പറ്റില്ല, അവൻ മടങ്ങിയാണ് വേണ്ടത്. അപ്പൊ ഇമാമ അത്തഹിയ്യാത്ത് ഒഴിവാക്കിയിട്ട് ഇമാമ നൃത്തത്തിലേക്ക് പോയാൽ മൗമൂമ് കൂടെ പോകണം. ഇല്ല, മഹ്മൂമിനിക്ക് അത്തഹിയ്യാത്ത് ഓതണമെങ്കിൽ മഹ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമുമായി വേർപിരിഞ്ഞാൽ മതി. ഇനി ഇമാമ് ഇരുന്നിക്കണം, ഇസ്റാഹത്തിന്റെ ഇരുത്തം ഇമാമ് ഇരുന്നു, അയാൾ അത്തഹിയ്യാത്ത് ഓതിയില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ മൗമൂമിനിക്ക് അത്തഹിയ്യാത്ത് ഓതാം. പക്ഷേ ഇമാമ് നൃത്തത്തിലെത്തി റുക്കൂഴിലേക്ക് പോകുന്നതിന്റെ മുമ്പ് അവൻ നൃത്തത്തിലെത്തണം. അത് അവനക്ക് ആവശ്യമാണ്. കുനൂത്തും അങ്ങനെ തന്നെയാണ്. ചിലപ്പോഴും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാലും കുനൂത്ത് അവർ ഓതൂല. പക്ഷെ നമുക്ക് കുനൂത്ത് ഓതാം. നമ്മൾ കുനൂത്ത് ഓതിയിട്ട് ഇമാമിന്റെ ഒന്നാമത്തെ സുജൂദിൽ നമ്മൾ എത്തണം. ഇമാമിന്റെ ഒന്നാമത്തെ സുജൂദിൽ ഇമാമിന്റെ കൂടെ നമുക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ കുനൂത്ത് ഓതാൻ പറ്റിയാൽ കുനൂത്ത് ഓതാവുന്നതാണ്. അതിന് വിരോധമില്ല, അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം കുനൂത്തിന്റെ സ്ഥാനം എഴുത്തിദാലാണ്. എഴുത്തിദാല് ഫർളാണ്. ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ സ്ഥാനം ഫർളല്ല, അത് ഇസ്തിറാഹത്തിന്റെ ഇരുത്താണ്, അത് ഫർളല്ല. അതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കുനൂത്ത് ഓതുന്നത് എഴുത്തിദാൽ എന്ന ഫർദിനാണ് കുനൂത്ത് ഓതുന്നത്. അത്തഹിയ്യാത്ത് ഓതുന്നത് ഒരു ഫർദ് ഇരുത്തം, അതൊരു ഫർദല്ല, ആ ഇരുത്തം ഫർദല്ല. അതുകൊണ്ട് ഇമാമിനെ അവനക്ക് സുജൂദിൽ ഇമാമിനെ കിട്ടുമെങ്കിൽ, ഒന്നാമത്തെ സുജൂദിൽ തന്നെ ഇമാമിനെ കിട്ടുമെങ്കിൽ അവനിക്ക് കുനൂത്ത് ഓതാവുന്നതാണ്. ഇല്ലെങ്കിൽ കുനൂത്ത് ഓതരുത്. ഞങ്ങൾ വെല്ലൂരൊക്കെ നിസ്കരിക്കുമ്പോൾ ഇമാമ്, അവരെ ഹനഫികളാണ്, ഇമാമ് ഞങ്ങൾക്ക് അവസരം നൽകും. അപ്പൊ ഇമാമിന്റെ ഒന്നാമത്തെ സുജൂദ് ഇമാമ് കുറച്ച് നേരെടുക്കും, അത് ചെയ്യാൻ പറ്റും. സുജൂദ് നമുക്ക് തസ്ബീഹ് എത്രയും ചെല്ലാം, 3, 5, 7 ഇങ്ങനെ തസ്ബീഹുകൾ ചെല്ലാവുന്നതാണ്. അങ്ങനെ നേരെ എടുത്തിട്ട് നമുക്ക് കുനൂത്ത് ഒരു ചെറിയ രൂപത്തിൽ കുനൂത്ത് ഓതി, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ കുനൂത്തിന്റെ കൂലി കിട്ടും. പക്ഷേ ആ പ്രത്യേകമായ ആ കുനൂത്ത് കിട്ടൂല എന്നേ ഉള്ളൂ. കുനൂത്തിന് ഏതെങ്കിലും ദുആ ഓതിയാലും കുനൂത്തിന്റെ പ്രതിഫലം ലഭിക്കും. കുനൂത്തിന് ഒരുപാട് ദുആയുണ്ട്. അതിന് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ദുആ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത എന്ന ദുആയാണ്. അപ്പൊ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ കുനൂത്ത് ഓതിക്കൊണ്ട് നമുക്ക് ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് സുജൂദിലേക്ക് എത്തിയാൽ മതി. അത് എവിടെയും അങ്ങനെ തന്നെയാണ്, അത് എത്തണം. മൗമൂമ് കുനൂത്ത് ഓതുകയാണെങ്കിൽ അവൻ, അത് ഇപ്പൊ ഹറമ പോയാലും അങ്ങനെ തന്നെയാണ്. ഹറമ പോയാലും നമുക്ക് കുനൂത്ത് ഓതണമെങ്കിൽ ആ ഇമാമ് സുജൂദിൽ നിന്ന്, ഒന്നാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ആ സുജൂദിലേക്ക് എത്തണം. അങ്ങനൊക്കെ പഴയ ഇമാമിങ്ങളൊക്കെ ഹറമ് ചെയ്തിരുന്നു. ഇപ്പുണ്ടോന്ന് അറിഞ്ഞൂടെ, അവർ കുറച്ച് സമയം സുജൂദിൽ കിടക്കും. കാരണം ശാഫികളായ മൗമൂമിങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. പഴയ ഇമാമിങ്ങളൊക്കെ ഹറമിൽ, 2 ഹറമിലും, മദീനത്ത് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. മദീനത്ത് കൂടുതൽ ഇമാമ് ഒന്നാമത്തെ സുജൂദിൽ ഉണ്ടാവും. അപ്പൊ പിന്നെ മൗമൂമിങ്ങൾക്ക് കുനൂത്ത് ഓതി കഴിഞ്ഞിട്ട് തന്നെ വരാൻ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ
വഖിനാ അദാബന്നാർ എന്ന് പറയാൻ ഏതായാലും സമയം കിട്ടും. അത് കഴിഞ്ഞിട്ട് സുജൂദിലെത്തിയാലും നമുക്ക് ഖുനൂത്ത് ഒഴിവാക്കാതെ നിസ്കരിക്കാൻ സാധിക്കും. ഈ കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നുൽ ഖുൽഖ് സൽസ്വഭാവം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് ഒരു 2 ക്ലാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റമളാനിന്റെ മുമ്പ്, ദർസ് കൂട്ടുന്നതിന് മുമ്പ് 2 ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് ചായയും പലഹാരമൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നേരത്തെ തന്നെ അത് സംബന്ധമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുകയാണെങ്കിൽ 2 ക്ലാസ് അടുത്ത വെള്ളിയാഴ്ചയും പിറ്റത്തെ വെള്ളിയാഴ്ചയും നമുക്ക് സമാപിക്കണം. റഹ്മുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ദൂരീകരിച്ച് പുറത്ത് റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളിൽ പലരും പല രൂപത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നുണ്ട്. റഹ്മുർ-റഹീമായ റബ്ബ് എല്ലാറ്റിനും ഒരു പരിഹാരം, ഒരു റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരക്കുട്ടി വരുന്ന ചൊവ്വാഴ്ച ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി അമൃതയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചയായിട്ടൊന്ന് പ്രസവിക്കപ്പെട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ രോഗം മാറ്റിക്കൊടുക്കാൻ കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാ മഹാന്മാരെ ബർക്കത്ത് കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പല ആളുകൾ ഇന്നലെ പൂനൂരിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാപ്പാക്ക് മൂലത്തിൻ്റെ അവിടെ ക്യാൻസറാണ്, 14 റേഡിയേഷൻ കഴിഞ്ഞു, അതുകൊണ്ടൊന്നും സുഖമായിട്ടില്ല, ഇനി ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു, ഓപ്പറേഷൻ ചെയ്താൽ വലിയ പ്രയാസമാണ് എന്നും പറയുന്നു എന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് ലെൻസിന് ക്യാൻസറാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പല വിധേനയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് അല്ലാഹു ബർക്കത്തെടുത്ത് കളഞ്ഞു. അങ്ങനെ കോഴിക്കോടും മറ്റുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞു, നമ്മളെ മലപ്പുറം ജില്ലയിലേക്കാളും മോശമാണല്ല, ഇവിടെയൊക്കെ 2 പുരുഷന്മാര് ബൈക്കിലാണെങ്കിൽ 1 സ്ത്രീയും ബൈക്കിൽ കാണുന്നുണ്ട്. ഇപ്പോഴങ്ങനെയാണ്, 2-1 എന്നുള്ള രൂപത്തിലാണ് കാണുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാവാനാണ് സാധ്യത. കൂടുതൽ സ്ത്രീകളും ബൈക്കും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഏത് വിഷമം നോക്കുകയാണെങ്കിലും അതിലൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പേരിൻ്റെ കൂടെ ഒരു മുസ്തഫ, ആ പേരും കൂടി അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കും പിന്നെ സമാധാനമായി. മറ്റതിപ്പോൾ എന്താണെന്ന് തിരിയില്ല. അതിൻ്റെ കൂടെ ഒരു മുസ്തഫ വന്നപ്പോൾ പിന്നെ ഈ സാധനം എന്താണെന്ന് എന്ത് ചെയ്യാണ് അങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. ഇങ്ങനെ എല്ലാവിധ വടക്കത്തരങ്ങളിലും വേണ്ടാത്തരങ്ങളിലും നമ്മളെ ആണുങ്ങളും പെണ്ണുങ്ങളും എങ്ങനെയാണ് 2-3 ദായികൾ ഇസ്ലാമിക പ്രബോധകന്മാരായ ആളുകളായിട്ട് ഞാൻ തന്നെ സംസാരിച്ചു, നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടികളൊന്ന് മാറ്റിയെടുക്കുക, എങ്ങനെയാണ് എന്താ ഇപ്പം അതിന് ചെയ്യാം, എങ്ങനെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ഈ നല്ല സന്ദേശങ്ങളെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഇപ്പം എന്താ ചെയ്യാം. ഇങ്ങനെ യാതൊരു ലെവലില്ലാതെ കുട്ടികളിങ്ങനെ അവരെ കിട്ടുന്നില്ല, അവരെ കിട്ടുന്നില്ല എന്നിങ്ങനെ പായരവും പരാതിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുക. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹാൻഡ്സ് ഉപയോഗിക്കാതെ എനിക്ക് ഉറക്കം വരുമല്ലോ ഉസ്താദേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിനുള്ള ചില മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം പറയുന്നത്, എൻ്റെ കൂടെ ഇതേമാതിരി കുറെ ആൾക്കാരുണ്ട്, ഞാൻ അവരെ കയറ്റി സ്ഥാനത്തേക്ക് വരാം എന്നൊക്കെ എന്നോട് പറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊക്കെയാണ് അവസ്ഥ. എന്താ പനി ചെയ്യാന്നുള്ളത് കൊടുത്തു കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ദഅവത്ത് കൊടുക്കുക, ഏത് രൂപത്തിലാണ് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കുക എന്ന് യാതൊരു നിലക്കും പിടുത്തം കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മളൊക്കെ കാണുന്നു, കേൾക്കുന്നു. എല്ലാത്തിനും നമ്മുടെ ആൾക്കാരാണ് മുൻപന്തിയിലുള്ളത്. റഹ്മുർ-റഹീമായ അല്ലാഹു അതിന്നൊക്കെ അവർ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആവുമ്പോൾ ബർക്കത്തൊന്നും ഇല്ലാതെ, ഒന്നിനും ബർക്കത്തില്ലാത്ത അവസ്ഥ, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലി ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണം പോലും നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ കഴിയാത്ത നിർഭാഗ്യകരമായ അവസ്ഥയാണ് കുട്ടികൾക്കുള്ളത്. ബിസ്മിയല്ലേ ബംഗാളികളും ചപ്പാത്തി കമ്പനിക്കാരൊന്നും ഇപ്പൊ ബിസ്മിയല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വൈകുന്നേര സമയത്ത് അവിടെയുള്ള സ്നാക്സുകൾ വിൽക്കുന്ന മുഴുവൻ കടയിലുള്ള കടികളും അതൊന്നും ബിസ്മിയല്ലിട്ടുണ്ട്. കുട്ടികൾ അത് അവിടൊക്കെയാണ് കുട്ടികൾ. അവിടൊക്കെ അങ്ങനെ കുട്ടികൾ, ഞാൻ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പോഴൊക്കെ അങ്ങനെ നോക്കിയപ്പോൾ ഒരു 11 മണി സമയത്ത് പൂനൂരെത്തിയപ്പോൾ അവിടെയും കുട്ടികളല്ല.
അവിടെ ഈ കടന്റെ മുന്നിലൊക്കെ കുട്ടികൾ, നല്ല നല്ല പാലങ്ങൾ, ഇവിടൊക്കെ കുട്ടികൾ, ആ സമയത്തൊക്കെ കുട്ടികൾ. അപ്പൊ അവര് കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളൊന്നും വിസ്മി ചെല്ലിയിട്ടുണ്ടാക്കണതല്ലല്ലോ, ആരൊക്കെ ഉണ്ടാക്കുന്നതല്ല. ആ ഭൂരിപക്ഷ ഭക്ഷണങ്ങളും നമ്മുടെ മക്കൾ കഴിക്കുന്നത് വിസ്മി ചെല്ലിയിട്ടുണ്ടാക്കാത്ത ഭക്ഷണമാണ്. നമ്മളമ്മ എത്ര തവണ വിസ്മി ചെല്ലിയിട്ടാണ് നമുക്ക് ആ ഭക്ഷണം ഒന്നിച്ചു തരിക. അവസാനം കോരുമ്പോഴും കൂടി ഒരു വിസ്മി ചെല്ലും. നല്ല വട്ടത്തിന് ആ ചോറൊന്ന് കോരുമ്പോൾ, കറിയൊന്ന് കോരിത്തരുമ്പോൾ, ആ പപ്പടം ഒന്ന് ആ കൊട്ടയിൽ എടുത്ത് വിടുമ്പോഴൊക്കെ വിസ്മി ചെല്ലും. അങ്ങനെ ആ ഭക്ഷണം കഴിച്ച് നമ്മൾ വളർന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനൊക്കെ വലിയ ഭാഗ്യമുണ്ടായി. നമ്മളെ കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ അധിക സമയത്ത് ഓല് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ? നജസന്നെ വൃത്തിയാക്കിക്കൊള്ളുന്ന ഒന്നാണ്. നജസന്നെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാവുമോ ആ ഭക്ഷണം എന്നറിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ തലയെ കയറാൻ? ഇങ്ങനത് കയറുക അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെയായി. ഏത് രൂപത്തിലാണ് ഇതിനൊക്കെ മാറ്റം വരുത്തുക? മാറ്റം വരുത്താതിരുന്നാൽ ആകെ പൊരുത്തപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഇങ്ങനെ രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും എല്ലാവരും കഷ്ടപ്പെടുകയാണ്. റഹ്മാനായ അല്ലാഹു എല്ലാറ്റിനും ഒരു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ അല്ലാഹു സാലിഹ്യങ്ങളാക്കുമാറാകട്ടെ. അവരെ അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മടക്കത്തരങ്ങളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നിട്ടും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് കൺകുളിരുമ നൽകുന്ന മക്കളായി നമ്മുടെ മക്കളെ, സന്താന പരമ്പരകളെ, ഖിയാമത്ത് നാൾ വരേക്കുള്ള സന്താന പരമ്പരകളെ അല്ലാഹു ആക്കി തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب. ഒന്നും കൂടി പറയാൻ മുട്ടുപോയി. ഇനി ഇമാമ് ഈ അത്തഹിയാത്ത് ഇമാമ് ഒഴിവാക്കി, മൗമൂമും ഒഴിവാക്കി, ഇമാമ് സുജൂദ് ചെയ്യാൻ മറന്നുപോയി. ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്തില്ല, മൗമൂമ് ചെയ്ത സുന്നത്താണ്. ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ ഇമാമ് സലാം കിട്ടും. ഇമാമു അത്തഹിയാത്ത് ഒഴിവാക്കിക്കണ്, മൗമൂമും ഒഴിവാക്കിക്കണ്. പക്ഷെ ഇമാമ് സഹ്വിന്റെ സുജൂദ് ഇമാം മറന്നുപോയി. അപ്പം മൗമൂമിന് ചെയ്ത സുന്നത്താണ്. ഇമാമ് ചെയ്തില്ലെങ്കിലും മൗമൂമിന് ചെയ്ത സുന്നത്താണ്.